ഒരു സിനിമയിൽ പറഞ്ഞല്ലേ, അതായത് അവളല്ല അത് ചെയ്യുന്നത്, അവളെ ഉള്ളിലെ ഭ്രാന്താണെന്ന് പറഞ്ഞില്ലേ മോഹൻലാലിന്റെ ഫിലിമിൽ. അപ്പോൾ രാജേഷിന്റെ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ജീവനാണ്. ആ ഒരു കുമ്മായപ്പാത്തു ശ്രദ്ധിക്കാൻ ഇടവരുത്തിയത് അനിത ജിതിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രകാരിയാണ്. എന്തിനാ ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നുള്ളത് അവിടെ പോയി കൂടിയതിന് ശേഷം ഞാൻ അറിയുന്നത്. ആ നാട്ടുകാർ, തൃശ്ശൂർക്കാർ പ്രത്യേകിച്ചിട്ടും. നമസ്കാരം. അപ്പോൾ ഗീതേച്ചിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് പാർട്ട് 4ലേക്ക് പോകുന്നതിന് മുമ്പ് ചേച്ചിയായിട്ട് കുറച്ച് സംവാദത്തിലേക്കാണ്. ചേച്ചിയുടെ സന്തോഷത്തിലും നമ്മുടെ കൂടെയാണ്. ചേച്ചി ഈ സന്തോഷത്തിൻ്റെ കാര്യം പറയട്ടെ, എല്ലാവർക്കും അറിയാമല്ലേ. ചേച്ചി അവാർഡ് വാങ്ങാനായിട്ട് ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. ആദ്യത്തെ അവാർഡാണ് സത്യജിത് റേ പുസ്തക മത്സരത്തിൽ ചേച്ചിയുടെ പുസ്തകം പങ്കെടുക്കുകയും അതിന് അവാർഡ് കിട്ടുകയും ചെയ്തു. എങ്ങനെയാണ് ആ ചേച്ചി അതിലേക്ക് അപേക്ഷിച്ചത്? ആ സമയത്ത് കൊച്ചിയിലായിരുന്നു നമ്മളെ, ഞാനും മോനേട്ടനും നാട്ടിൽ പോയ സമയത്ത്. അങ്ങനെയാണ് ഇപ്പം ഒരു അവാർഡ് എന്താ പറയുക മത്സരം ഉണ്ടെന്ന് പറയുന്നത്. പുസ്തകത്തിനും കൂടെ അവർ പരിഗണിക്കുന്നുണ്ട്. സാധാരണ ഫിലിം ആ ഒരു ഫീൽഡിലാണെന്ന് ഞാൻ കേട്ടത്. അപ്പോൾ എന്തായാലും ഒന്ന് അയച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2 പുസ്തകം കൊറിയർ വഴി അയക്കാണ്. എന്താ പറയുക, ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടി എന്നുള്ളതാണ് ഒരു അതിശയം പോലെ. തീർച്ചയായിട്ടും. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നത് ഒരു തുടക്കമായിരിക്കും. കുമ്മായപ്പാത്തു വന്നു, ചേച്ചിക്ക് ഒരു അവാർഡും എത്തി. കുമ്മായപ്പാത്തു അതിൽ ഓരോ കാരണങ്ങൾ എടുക്കുമ്പോഴും കുമ്മായപ്പാത്തുവിന്റെ കവർ പേജ് തന്നെ മനോഹരമാണ്. അതിന്റെ ഒരു സ്റ്റോറി എങ്ങനെയാണ് ഈ കുമ്മായപ്പാത്തുവിന്റെ കവർ പേജ്? കുമ്മായപ്പാത്തുവിന്റെ കവർ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 3 പുസ്തകങ്ങളും കവർ പേജ് ചെയ്ത് രാജേഷ് ചാലോടാണ്. അപ്പോൾ രാജേഷിന്റെ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ജീവനാണ്. അപ്പോൾ ഈ കുമ്മായപ്പാത്തുവിന്റെ ആ ഒരു കണ്ണുകൾ, ആ ഒരു മുഖചിത്രം കാണുമ്പം തന്നെ എനിക്ക് എന്തോ ഒരു പ്രത്യേക എന്താ പറയുക, അത് ആ പാത്തുവിൻ്റെ എല്ലാ സങ്കടവും ആ പ്രാരബ്ധവും എല്ലാം അതിൽ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ. അപ്പം തന്നെ എനിക്ക് എന്താന്ന് പറയണ്ടേ, അത് മാത്രം മതിയില്ല, നമ്മുടെ കഥകളും നന്നാവണം. തീർച്ചയായിട്ടും നമ്മളത് പേജുകൾ ഇങ്ങനെ ഓരോന്നിട്ട് പറഞ്ഞു പോകുമ്പോഴേക്കും കഥകൾ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ എവിടേക്കോ കണ്ട കഥാപാത്രങ്ങൾ അതിലൂടെ പോവാണ്. അത് തന്നെയാണ് ഒരു സത്യം. അപ്പം അത് മാത്രമല്ല, ഓരോ ഇത് മറയ്ക്കുമ്പോഴും അതിനകത്തും ചിത്രങ്ങളാണ്. അതിനകത്തെ ചിത്രമാണ് ശരിക്കും പറഞ്ഞ കഥകൾക്ക് അതും കൂടെയാണ് എന്താ പറയാ ആ ഒരു കുമ്മായപ്പാത്തു ശ്രദ്ധിക്കാൻ ഇടവരുത്തിയത് അനിത ജിതിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രകാരിയാണ്. എന്താ പറയാ, ഓരോ ചിത്രങ്ങളും അസാധ്യം എന്ന് പറയാം, അങ്ങനത്തെ ചിത്രങ്ങളാണ്. അതായത് ജീവനുള്ള ചിത്രങ്ങൾ. അതെ 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 അതെ. അപ്പം അത് കഴിഞ്ഞ് ഇപ്പം ഈ കുമ്മായപ്പാത്തൂർ എഴുതി, കുമ്മായപ്പാത്തൂർ അത് 3ാമത്തെ പുസ്തകമാണ്, അതിലൊരു അവാർഡ് കിട്ടി. ഇനിയിപ്പം ചേച്ചിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരെയാണ്. കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കപ്പെടുമ്പോൾ നമ്മൾ അടുത്തതിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. കാരണം പിന്നെ ആൾക്കാർ പറയാം എന്താണ്, നമ്മുടെ പുസ്തകത്തിന് നേരത്തെ എഴുതിയതിനേക്കാൾ മികച്ചതായിരിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ട്. ചേച്ചിയും എങ്ങനെയാണ് അതിൻ്റെത്? സത്യം എന്താ വെച്ചാൽ ഇന്നലെ വരെ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു 4ാമത്തെ പുസ്തകത്തിൻ്റെ പരിപാടി തുടങ്ങിയോ. അപ്പം ഞാൻ പറഞ്ഞു ആയിട്ടില്ല, കുറച്ചും കൂടെ എന്താ വെച്ചാൽ പുസ്തകം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പം അതിനേക്കാളും ബെറ്റർ എന്നുള്ളൊരു അഭിപ്രായം കിട്ടണം. അപ്പോൾ കുറച്ചും കൂടെ നല്ല വിഷയങ്ങളും ആയിട്ട് വീണ്ടും ഇതെല്ലാം നല്ല ഇതന്നെയാണ്, എന്നാലും ഞാൻ പറയാണ് ഒന്നുകൂടെ പുസ്തകം ഇതിലും നന്നാക്കിയിട്ട്, അപ്പോൾ സമയം എടുത്താലും കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലാണ്. ഇപ്പോൾ അറിയില്ല ഇനി എന്താണെന്നുള്ളത്. ഈ അവാർഡുകൾ കിട്ടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ട്. അതേസമയം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന അഭിനയിക്കുന്നവരുണ്ട് ലോകത്ത്. ലോകത്ത് എല്ലാവരും ഉള്ളതാണ്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് എന്താണ്, ഗീത നീ മനോഹരമാണ്, നിന്റെ സാരി കൊള്ളാം, നിന്റെ എഴുത്ത് കൊള്ളാം എന്ന് പറയുന്നവർ മാറി നിന്ന് മറ്റൊരു അഭിപ്രായം പറയുന്നത് ചേച്ചി ഒരു പക്ഷേ അല്ല, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. ചിലവർ പറയുന്ന സ്ക്രീൻഷോട്ട് അടക്കം വാട്സാപ്പിൽ ഇവളാണോ അരമണിക്കൂർ മുന്നേ എന്നെ പറ്റി ഇത്രയും നന്നായി സംസാരിച്ചതെന്നുള്ള എല്ലാം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു സിനിമയിൽ പറഞ്ഞല്ലേ, അതായത് അവളല്ല അത് ചെയ്യുന്നത്, അവളെ ഉള്ളിലെ ഭ്രാന്താണെന്ന് പറഞ്ഞില്ലേ മോഹൻലാലിന്റെ ഫിലിമിൽ. അതുപോലെ ഞാൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ പറ്റി കുറ്റാണെന്നുണ്ടെങ്കിൽ, നമ്മളെ കുറിച്ച് പരവെക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും കുറവാണ്, എന്നാലും ഞാൻ പറയാണ് അത് അവളുടെ ഉള്ളിലെ ഒരു ഭ്രാന്ത്, അത്രയല്ലോ, അവളല്ല. അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ ഒരു അടിപിടിക്കും പോവില്ല, പ്രശ്നത്തിനും പോവില്ല, അവരുമായിട്ടുള്ള ലോഹ്യം നഷ്ടപ്പെടില്ല. അതെ അതെ. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ കഴിഞ്ഞതിന് ശേഷം ചേച്ചിയുടെ പുസ്തകത്തിന്റെ ഒരു ചർച്ച നമ്മുടെ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ നടന്നു. ആ ഇന്ത്യൻ അസോസിയേഷനിൽ നടന്നപ്പോൾ ചേച്ചി എന്താണ്
വല്ലാത്ത കാലാവസ്ഥയായിരുന്നു. ഒരുപാട് പേര് വരും എന്നുള്ളതിൽ തന്നെയായിരുന്നു. പക്ഷെ കാലാവസ്ഥ വളരെ മോശം, മഴയൊക്കെ ആയപ്പോഴേക്കും ഓഡിയൻസ് കുറഞ്ഞു. പക്ഷേ ആ പ്രോഗ്രാം ഭയങ്കര വിജയമായിരുന്നു എന്നറിഞ്ഞു. അതായത് ഒരു ഇടിവെട്ട് ആൾക്കാര്, പുപ്പുലികൾ എന്ന് പറയില്ലേ, സംസാരത്തിലും അറിവിലും, അങ്ങനത്തെ ഒരു 5-6 ആളുണ്ടെങ്കിൽ പിന്നെ എന്തിനു ഹോളെന്ന് അറിയേണ്ട കാര്യം. നമ്മൾ പിന്നെ ഈ സംസാരം ചർച്ച തുടങ്ങിയതിന് ശേഷം പിന്നെ ആ ഹോളിലേക്ക് ആൾക്കാർ വരുന്നുണ്ടോ ഒന്നും നമ്മളെ ശ്രദ്ധയിലായിരിക്കും, അങ്ങനെ ശ്രദ്ധിക്കാൻ സമയമില്ല. അജിത് കണ്ടല്ലൂര്, അക്ബർ അലിക്കര, വെള്ളിയോടൻ, അതായത് ഗോപിയേട്ടൻ, അങ്ങനെ അജിത് വള്ളോളി, എല്ലാവരും ആ ഒരു ചർച്ചയ്ക്ക് ഒരുങ്ങി. പ്രവീൺ പാലക്കൽ, ബിജു വിജയ്, പിന്നെ സൈഫുദ്ദീൻ, അങ്ങനെ എന്താ പറയണ്ട ഒരുപാട് ആൾക്കാർ, ഒരുപാടല്ല ചർച്ചയ്ക്ക് ഒരുങ്ങി വന്നവര്, നമ്മളെ ഷബ്ന നസീർ, ദൃശ്യ, അങ്ങനെ എന്താ പറയണ്ടേ, അതൊരു ഒഴുക്ക് തന്നെയായിരുന്നു നമ്മളെ പുസ്തകത്തില്. ഇത്രയും നമ്മുടെ പുസ്തകം അരിച്ച് പറക്കി അവർ ആ സമയമില്ലാ സമയത്ത് വായിച്ച്, അതും അന്ന് മഴയൊക്കെ ആയിരുന്നു, വല്ലാത്തൊരു ഇരുട്ട് കെട്ടിയ കാലാവസ്ഥ. നമുക്ക് തന്നെ പോകാൻ മടി, വേറെ ആരുടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടിയില്ല, ബേക്കടിയും. പക്ഷെ ഇത് നമ്മുടെ കാര്യം ആയതുകൊണ്ട് നമ്മൾ പോയതാ. മഴ ഉണ്ടായിരുന്നു, ഇരുട്ട് പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആരും വരാത്തതിൽ പരാതിയൊന്നുമില്ല. നമ്മളെ പ്രിയപ്പെട്ടവർ ഞാൻ അധികം വിളിച്ചിട്ടുമില്ല. ചർച്ച എന്ന് പറയുമ്പോൾ താല്പര്യമില്ലവർക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റുന്നവര് ഇതാണ്. പുസ്തക പ്രകാശനം പോലെയല്ലല്ലോ, അതാണ്. ചേച്ചി പ്രതീക്ഷിക്കാതെ തന്നെ ഒരുപാട് വേണ്ടപ്പെട്ടവർ എത്തി എന്നുള്ളതാണ്. അതെ അതെ, അത് തന്നെ വളരെ സന്തോഷമാണ്. അതെ അതെ, ഒട്ടും നമ്മള് ആരെങ്കിലും വരുമെന്ന് വിചാരിച്ചല്ല ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇത് ചെയ്യുമ്പോൾ വരാൻ കഴിയുന്നവർ വന്നോട്ടെ. അതെ അതെ അതെ. പിന്നെ ലേഖ ജസ്റ്റിൻ നല്ല എഴുത്തുകാരിയല്ലേ, അവളുടെ സംസാരമാണെന്നുണ്ടെങ്കിലും പ്രവൃത്തി അതുപോലെ എഴുത്ത് രണ്ടും ഒന്നാണ്. അതുകൊണ്ട് അവളുടെ ഒപ്പം ആ ഒരു കുമ്മായപ്പാത്തും ഉള്ള ചർച്ച എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം അത് കേൾക്കുമ്പോൾ സന്തോഷമായിരുന്നു. ലേഖയുടെ ഒപ്പം എന്ന് പറയുമ്പോൾ ലേഖ നമുക്കൊരു ധൈര്യമാണ്, നമുക്കൊരു പ്രചോദനമാണ്. ഓ അത് ശരി. അല്ല എനിക്ക് ഞാൻ ഷാർജയിൽ അല്ലെങ്കിൽ UAE കണ്ട കുറേ ആൾക്കാരിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് അവരുടേതായ വ്യക്തിത്വമുള്ള ഒരുപാട് നല്ല സ്ത്രീകളുണ്ട്. അവര് അവരുടേതായ കഴിവുകൊണ്ട് മുകളിലോട്ട് കയറി വരികയും ആൾക്കാരിലേക്ക് ഇഴുകി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യർ. അതൊരു വലിയൊരു ഭാഗ്യമാണ് ചേച്ചി, അതിന്റെ ഭാഗമാണ് ചേച്ചി. അതെ. പിന്നെ ഷാജി, നമ്മുടെ MO രഘുനാഥ് വലിയൊരു എഴുത്തുകാരനല്ലേ, എൻ്റെ ഒരു ബന്ധു കൂടിയാണ്. അപ്പോൾ രഘു ഉണ്ടായിരുന്നു ചർച്ചയിലെ. പിന്നെ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീലശ്രീയില്ലേ, ലണ്ടനിൽ നിന്ന് എഴുത്തുകാരി, അവൾ എത്തി എന്നുള്ളതാണ്. അതൊരു ശരിക്കും വലിയൊരു അത്ഭുതം തന്നെയാണത്. ഡ്യൂട്ടി എല്ലാം മാറ്റി മറിച്ച ആൾ ഓടി എത്തി എന്നുള്ളതാണ്. തിരിച്ചുപോയി, ഇന്നലെ പോകുന്നതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, സത്യത്തിൽ ഞാൻ അന്നേരം തന്നെ ആ ഒരു സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു ഹോള് തിങ്ങി നിറഞ്ഞില്ലെങ്കിലും ഈ ഒരു ശ്രീലശ്രീന്റെ വരവ് നമ്മുടെ മുന്നിൽ ഒരു 10,000 ആള് ഇരിക്കുന്ന ഒരു പ്രതീതി വരുത്തി എന്നുള്ളതാണ് ആ ഒരു എഴുത്തുകാരി. വലിയൊരു അഭിമാനം തന്നെയാണ്. ഓരോ ആൾക്കാരും എത്ര പൈസ ചെലവാക്കിയിട്ടും സമയം മെനക്കെട്ടിട്ടും വരുന്നതാണ് ലണ്ടനിൽ നിന്ന് ഇവിടേക്ക് വെറും 2 ദിവസം. കണക്റ്റഡ് ആണ് ചേച്ചിയായിട്ട് ചില ആൾക്കാർക്ക് ചേച്ചിയെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് അവര് പ്രകടിപ്പിക്കുന്ന രീതികൾ അതാണ് സത്യം. നമുക്ക് അതിൻ്റെ ഒരു ഉദാഹരണത്തിനെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം സോഷ്യൽ മീഡിയ പേജിൽ കണ്ടതാണ് ചേച്ചിയുടെ ഫ്ലെക്സ് വെച്ച് പിന്നെ ഇത് കണ്ടത്. ശരിക്കും അതിന്റെ സത്യം എന്താണ്? ഗുരുവായൂർ. അതെന്താണെന്ന് ചോദിച്ചാൽ ഗുരുവായൂർ നമ്മുടെ ഒരു നവജീവൻ നഗർ എന്ന് പറഞ്ഞിട്ടൊരു ആ ഒരു നവജീവൻ നഗറിലാണ് നമ്മൾ താമസിക്കുന്നത്. എല്ലാവരും ജാതി മത ഒന്നും അങ്ങനെ തന്നെ, ഒരു ക്രിസ്മസ് ആണെന്നുണ്ടെങ്കിലും ഈദാണെന്നുണ്ടെങ്കിലും ഓണാണെന്നുണ്ടെങ്കിലും വിഷു, എല്ലാവരും ഒന്നിച്ചിട്ട് ഒരു ആഘോഷമുണ്ട് അവിടെ. ഒരു അതിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അതുപോലെ സന്തോഷം, ഒരു സന്തോഷം, ഒരു വീട്ടിലൊരു സന്തോഷം, പ്രത്യേകിച്ച് ഒരു കല പരമായിട്ടോ അല്ലെങ്കിൽ എഴുത്തിനെ ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നുള്ളത് അവിടെ പോയി കൂടിയതിന് ശേഷം ഞാൻ അറിയുന്നത്. ആ നാട്ടുകാർ, തൃശ്ശൂർക്കാർ പ്രത്യേകിച്ചിട്ടും. തൃശ്ശൂർക്കാരൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കണ്ണൂക്കാരിയാണ്, പക്ഷേ കണ്ണൂർ ഈ ഒരു പ്രോത്സാഹനം എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ഇത് നല്ല ഇതിന്റെ ഒരു കാൽഭാഗം പോലും ഇല്ല. കാരണം തൃശ്ശൂർ സാംസ്കാരിക നഗരമാണ്, അതുകൊണ്ടാണല്ലേ ആൾക്കാരെല്ലാം അത്രയും ഇതാണ്. അതെ അതെ. പിന്നെ മാത്രല്ല അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുമ്മായപ്പാത്തു ഫാത്തിമ ഗുരുവായൂർക്കാരിയാണ്. അപ്പം ഞാൻ കണ്ണൂരിൽ നിന്ന് വന്നുകൂടി അവളുടെ ഒരു കഥയാണ് എഴുതുന്നത്. അപ്പൊ അതുകൂടെ അവർക്കൊരു സന്തോഷം പറഞ്ഞിട്ടുണ്ടാവും, സന്തോഷം അവർക്ക് ഇരട്ടിച്ചിട്ടുണ്ടാവും. അതും കൂടെ ആവാൻ കാരണം. അപ്പൊ ഞാൻ ഫാത്തിമയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കേട്ടോ, നമ്മുടെ ഇടയിൽ ഗുരുവായൂരപ്പനുണ്ട്, ഈ ഒരു സന്തോഷം ആൾക്കാർ ആഘോഷിക്കലും നമ്മളെ അയൽക്കാര് വലിയൊരു ഫ്ലക്സ് വെച്ച് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അത്.
വളരെ വളരെ സന്തോഷം. കാരണം ശരിക്കും അവര് ഒരു ആദരവ് തന്നെ തരണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ ആളില്ലാത്തോണ്ട് ഫ്ലക്സിൽ ഒതുക്കി സമയമല്ല, ഓടിപ്പോണം, തിരിച്ചു വരണം അല്ലേ? അതെ, ഓക്കെ. അങ്ങനെ ഏതായാലും ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് അവാർഡുകൾ കിട്ടട്ടെ. വീണ്ടും നമുക്ക് ഏതായാലും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവാർഡൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് എല്ലാവരെയും വീണ്ടും കാണാം. നമുക്ക് ഒന്നുകൂടെ അടിച്ചു പൊളിക്കാം. താങ്ക് യു.